വൈക്കോഫ് മലയാളം ട്രേഡിംഗ് കോഴ്സിൻ്റെ ഫൗണ്ടേഷൻ സീരീസിലുള്ള ഒന്നാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. മാർക്കറ്റിൽ രണ്ട് രീതിയിലുള്ള പാർട്ടിസിപ്പൻസ് ആണ് ഉള്ളത്. അറിവുള്ളവരും അറിവില്ലാത്തവരും. അറിവുള്ളവർ മാർക്കറ്റിൽ നിന്ന് പണമുണ്ടാക്കുന്നു, അറിവില്ലാത്തവരത് കളയുന്നു. അതുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് പണം ഉണ്ടാക്കണമെങ്കിൽ അറിവുണ്ടായിരിക്കണം. ഇതിനുവേണ്ടി നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? നമ്മൾ പഠിക്കേണ്ടത് മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, എപ്പോഴാണ് മൂവ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് മൂവ് ചെയ്യുന്നത് എന്നാണ്. മൂവ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അതിൻ്റെ മൂല്യം മുകളിലേക്കോ താഴേക്കോ പോവുക എന്നതാണ്. വൈക്കോഫ് ട്രേഡിംഗ് മെത്തേഡ് റീറ്റെയിലേഴ്സിൻ്റെ ഇടയിൽ അധികം പ്രചാരത്തിലില്ലാത്ത ഒരു മെത്തേഡാണ്. ഒരു പക്ഷേ നിങ്ങളിൽ പലർക്കും ഈ പദം തന്നെ പുതിയതായിരിക്കും. ഈ മെത്തേഡ്, ട്രേഡിംഗ് മെത്തേഡ് തന്നെ പുതിയതായിരിക്കും. ഇത് പ്രധാനമായി ഉപയോഗിക്കുന്നത് മ്യൂച്വൽ ഫണ്ടുകളും FII, DII പോലെയുള്ള വലിയ ക്യാപിറ്റൽ ഉപയോഗിച്ച് ട്രേഡിംഗ് ചെയ്യുന്നവരാണ്. ഇവരുടെ കൂടെ എപ്പോഴും നല്ല അറിവുള്ള റിസർച്ച് ടീം ഉണ്ടായിരിക്കും. അവരുപയോഗിക്കുന്ന മെത്തേഡ് അതുപോലെ നമ്മൾക്കും പഠിക്കാനും ഉപയോഗിക്കുവാനും വേണ്ടിയാണ്. അതിനുവേണ്ടി നിങ്ങളെ തയ്യാറാക്കുക എന്നതാണ് ഈ വീഡിയോ സീരീസ് ഉണ്ടാക്കുന്നതിലൂടെ ഞാൻ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഇതിനുവേണ്ടി ഭൂരിഭാഗം സമയങ്ങളിലും ഞാൻ നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂ പ്ലാറ്റ്ഫോമിലായിരിക്കും കാണിച്ചു തരിക. നമുക്ക് പഠിക്കേണ്ടത് ലൈവായി ചാർട്ടിൽ നിന്നാണ്. എങ്കിലും ബേസിക്കായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ അറിവുള്ളവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആളുകൾ, അവരെ വൈക്കോഫ് വിളിക്കുന്നത് കോമ്പോസിറ്റ് മാൻ എന്നതാണ്. കോമ്പോസിറ്റ് മാൻ എന്നതുകൊണ്ട് വൈക്കോഫ് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യനല്ല, ഒരുപാട് കൂട്ടം ആളുകളാണ്. അതിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അടക്കം ഉൾപ്പെടുന്ന ഒരുപാട് പേരാണ്. ഇവർക്ക് മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ള അറിവുണ്ട്. അങ്ങനെയുള്ള ആളുകളെ വൈക്കോഫ് വിളിക്കുന്ന പേരാണ് കോമ്പോസിറ്റ് മാൻ. നമ്മളും ഇനി അത് തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത്. ചില സമയത്തൊക്കെ നമ്മൾ FII എന്നും സ്മാർട്ട് മണി എന്നും ഒക്കെ ഒരു പക്ഷേ ഉപയോഗിച്ചേക്കാം. പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോമ്പോസിറ്റ് മാൻ ആണ്. അപ്പോൾ ഈ കോമ്പോസിറ്റ് മാൻ്റെ കമ്പനിയിലുള്ള ഒരു റിസർച്ച് ടീം ഭാവിയിലേക്ക് ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള ഒരു സ്റ്റോക്ക് കണ്ടെത്തിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ, അതായത് കുറഞ്ഞ വിലയ്ക്ക് അല്ലെങ്കിൽ നല്ല വാല്യുവേഷനിലുള്ള ഒരു സ്റ്റോക്ക് കണ്ടെത്തി. ഇങ്ങനെയെങ്കിൽ ഇവർ ഈ സ്റ്റോക്ക് വാങ്ങിക്കൂട്ടുവാൻ ആരംഭിക്കും. ഉദാഹരണത്തിന് നമുക്ക് ഒരു നല്ല ഒരു സ്റ്റോക്ക് എടുക്കാം. ടാറ്റ മോട്ടോഴ്സോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് വിചാരിക്കാം. ഇതിൻ്റെ 50% ഓഹരി പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാണ് ഉള്ളത് എന്ന് വിചാരിക്കുക. ഓക്കെ, ബാക്കിയുള്ള 40% റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലാണ് എന്നും വിചാരിക്കുക. ഓക്കെ, പിന്നീടുള്ള ബാക്കിയുള്ള ഒരു 10% ഒരു പക്ഷേ ഓൾറെഡി ഏതെങ്കിലും FIIകളുടെയോ ഇല്ലെങ്കിൽ DII പോലുള്ള ആളുകളുടെ കയ്യിലാണ് ഉള്ളത് എന്ന് വിചാരിക്കുക. എങ്കിൽ ഈ റിസർച്ച് ടീം, കോമ്പോസിറ്റ് മാൻ്റെ റിസർച്ച് ടീം ഇത് കണ്ടെത്തുന്നതോടുകൂടി, ഇങ്ങനെ ഒരു സ്റ്റോക്ക്, ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള സ്റ്റോക്ക് കണ്ടെത്തുന്നതോടുകൂടി അത് വാങ്ങിക്കൂട്ടുവാൻ ആരംഭിക്കുന്നു. ഇവരുടെ കയ്യിലുള്ള ക്യാപിറ്റൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. മാത്രമല്ല, വിദേശ ഫണ്ടുകളായതുകൊണ്ട് നമ്മുടെ കറൻസി കൈമാറ്റത്തിൻ്റെ സമയത്ത് വരുന്ന വലിയ വ്യത്യാസവും കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ വാങ്ങിക്കൂട്ടാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്കുകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. ഇവർ ഒരുമിച്ച് ഈ സ്റ്റോക്കുകൾ വാങ്ങുവാൻ തീരുമാനിച്ചാൽ ഡിമാൻഡ് കൂടുന്നതുകൊണ്ട് സ്റ്റോക്കിൻ്റെ പ്രൈസ് ഒരുപാട് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാവധാനം ഒരുപാട് ടൈം എടുത്ത് സ്ലോലി ഇവർ ഈ സ്റ്റോക്കുകൾ അക്യുമുലേറ്റ് ചെയ്യും. അക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ വാരിക്കൂട്ടുക എന്നാണ്. ഇതിനു വേണ്ടി സ്റ്റോക്കിൻ്റെ പ്രൈസ് ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ അവർക്ക് നിർത്താൻ കഴിയും. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ അടുത്ത വീഡിയോയിലാണ് പറയുക. ഈ വീഡിയോയുടെ ഉദ്ദേശം നമുക്ക് മാർക്കറ്റ് സൈക്കിൾ മനസ്സിലാക്കുക എന്നതാണ്. അക്യുമുലേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നും അതിലെങ്ങനെ FII അല്ലെങ്കിൽ കോമ്പോസിറ്റ് മാൻ ഇതിൻ്റെ മൂല്യം ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ നിലനിർത്തുന്നു എന്നുമൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ
ഇതിലുള്ള 40%, റീറ്റെയിലേഴ്സിൻ്റെ കയ്യിലുള്ള 40%, ഭൂരിഭാഗം ശതമാനവും എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 35% പ്ലസ് ഉള്ള സ്റ്റോക്കുകളും ഇവർ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അക്യുമുലേഷൻ പീരീഡ് സാധാരണയായി വർഷങ്ങളോളമൊക്കെ നീണ്ടു നിൽക്കാറുണ്ട്. 35% പ്ലസ് ഇവരുടെ കയ്യിലെത്തി കഴിഞ്ഞാൽ ഇവർ വീണ്ടും മാർക്കറ്റിൽ എത്രത്തോളം സപ്ലൈ ഉണ്ട് എന്നൊന്ന് ടെസ്റ്റ് ചെയ്യും. ഈ ടെസ്റ്റുകളും നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പിന്നീട് പഠിക്കും. ഓക്കെ, അപ്പോൾ ഈ സപ്ലൈ, മാർക്കറ്റിലുള്ള സപ്ലൈ ഏകദേശം അവസാനിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ഈ റിസർച്ച് ടീം അല്ലെങ്കിൽ കോമ്പോസിറ്റ് മാൻ ചെയ്യുന്നത് മാർക്കറ്റ് ഓർഡർ, നമ്മൾ മാർക്കറ്റ് ഓർഡർ ഇടുന്നതിന് സമാനമായ രീതിയിൽ സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടുകയാണ്. ആദ്യം റേഞ്ച് ബൗണ്ട് ആയിട്ട് വാങ്ങിക്കൂട്ടുന്നത് ഏകദേശം നമുക്ക് ലിമിറ്റ് ഓർഡർ, നമ്മൾ ലിമിറ്റ് ഓർഡർ ചെയ്യുന്നത് പോലെയാണ്. അതിനുശേഷം മാർക്കറ്റ് ഓർഡർ ഇടുന്നതോടുകൂടി ഏത് വിലയിലാണ് ആരെങ്കിലും വിൽക്കാൻ തയ്യാറായിട്ടുള്ളത് ആ വിലയ്ക്ക് വാങ്ങുവാൻ, ആരെല്ലാം ഈ സ്റ്റോക്ക് വിൽക്കാൻ തയ്യാറായിട്ടുണ്ടോ ഏത് വിലയാണെങ്കിലും അത് വാങ്ങുവാനുള്ള രീതിയിൽ ഒരു മാർക്കറ്റ് ഓർഡർ ഇടുന്നു. മാർക്കറ്റ് ഓർഡർ വരുന്നതോടുകൂടിയാണ് ഏതൊരു സ്റ്റോക്കിൻ്റെയും മൂല്യം കൂടുന്നത്. അത് നിങ്ങൾക്ക് അറിയുമായിരിക്കും. അങ്ങനെ ഈ സ്റ്റോക്കിൻ്റെ മൂല്യം കൂടുവാൻ തുടങ്ങുന്നു. അത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഇവിടെ നിന്ന് സ്റ്റോക്കിൻ്റെ മൂല്യം കൂടിയിട്ട് ഇതാ ഇങ്ങനെ മുകളിലേക്ക് പോകുന്നത് സ്റ്റോക്കിൻ്റെ മൂല്യം കൂടി കൂടി പോകുന്നതാണ്. ഇങ്ങനെ സ്റ്റോക്കിൻ്റെ മൂല്യം കൂടി ഇത് മുകളിലേക്ക് പോകുവാൻ തുടങ്ങുന്ന സമയത്താണ് ഇത് റീറ്റെയിലേഴ്സിൻ്റെ ശ്രദ്ധയിൽ വരുന്നത്. നമ്മൾക്കുള്ള ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സുകളെല്ലാം പോസിറ്റീവ് ആവും, മൂവിങ് ആവറേജുകൾ ക്രോസ് ഓവർ കാണിക്കും, അതുപോലെ RSI ആണെങ്കിൽ ഒരു 40-ൻ്റെയും 60-ൻ്റെയൊക്കെ മുകളിലേക്ക് വരും. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മളുടെ എല്ലാ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും പോസിറ്റീവ് സിഗ്നൽ തരികയും മൊമെൻറ്റം ഉണ്ട് എന്ന് നമ്മൾ കാണുകയും ഒക്കെ ചെയ്യുന്നത് ഈ സമയത്താണ്. മാത്രമല്ല നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെയെല്ലാം ഈ സ്റ്റോക്കുകൾ ചർച്ചയായി വരുന്നു, ബ്രേക്കൗട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നും മറ്റുമായി നമ്മൾക്ക് പല ചർച്ചകൾ വരുന്നു. കൂടാതെ പല റിസർച്ചേഴ്സും സെബി രജിസ്റ്റേർഡ് ആയിട്ടും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് റിസർച്ചേഴ്സ് ഇതിനെ പറ്റിയുള്ള റിപ്പോർട്ടുകളും അതിനെ പറ്റിയുള്ള അവരുടെ പ്രതീക്ഷകളുമൊക്കെ പങ്കുവെക്കുമ്പോൾ റീറ്റെയിലേഴ്സ് അതിൽ ഇൻട്രസ്റ്റഡ് ആവുകയും ആ സ്റ്റോക്ക് വാങ്ങുകയും ചെയ്യുന്നു. പലപ്പോഴും റീറ്റെയിലേഴ്സ് വാങ്ങുമ്പോഴേക്കും ഇതിൻ്റെ 20-30% മൂവ്മെൻറ്റുകളൊക്കെ നടന്നിട്ടുണ്ടായിരിക്കും. ഏതായാലും റീറ്റെയിലേഴ്സ് അത് വാങ്ങി അവരത് മുകളിലേക്ക് ഈ FIIകളൊക്കെ പോകുന്നതിൻ്റെ കൂടെ തന്നെ ആ മുകളിലേക്ക് പോവുകയും ചെറിയ ലാഭമൊക്കെ അവരുണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ ഈ സ്റ്റോക്ക് അത്യാവശ്യം മൂവ്മെൻ്റ് ആയി എന്ന് കാണുമ്പോൾ ഓൾറെഡി അക്യുമുലേറ്റ് ചെയ്ത സ്റ്റോക്കുകൾ മുഴുവൻ ഇവർ സാധാരണക്കാർ വാങ്ങാൻ വരുമ്പോൾ അവരിലേക്ക് വിറ്റ് മാറുന്നു. ഇവർ വിൽക്കുന്നത് ചെറിയ എമൗണ്ടിലായിരിക്കും. ഇവരുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. ഒരൊറ്റ തവണയായി ഇത് മുഴുവൻ മാർക്കറ്റിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിറ്റ് കഴിഞ്ഞാൽ മാർക്കറ്റിൽ സപ്ലൈ കൂടുകയും സ്റ്റോക്കിൻ്റെ പ്രൈസ് കുറയുകയും ചെയ്യും. ഇത് ഒഴിവാക്കാനായി ഇവർ വളരെ കുറഞ്ഞ എമൗണ്ടിൽ ഒരുപാട് കാലങ്ങളെടുത്ത് ഇത് സാധാരണക്കാരിലേക്ക് അല്ലെങ്കിൽ റീറ്റെയിൽ ട്രേഡേഴ്സിലേക്ക് വിറ്റുമാറും. ഈ കാലത്തെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ പീരീഡ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ്റെ അർത്ഥം വിതരണം ചെയ്യുക എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവർ ചെയ്യുന്നത് അക്യുമുലേഷൻ്റെ സമയത്ത് കുറഞ്ഞ വാല്യുവേഷനിൽ അവർ വാങ്ങിയിട്ടുള്ള സ്റ്റോക്ക് റീറ്റെയിൽ ട്രേഡേഴ്സ് മൊമെൻറ്റമൊക്കെ കണ്ട് ന്യൂസുകളൊക്കെ കണ്ട് ഓടി വന്ന് വാങ്ങുന്ന സമയത്ത് അവരിലേക്ക് അല്പമായി വിറ്റ് അവർ മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് പൂർണ്ണമായി വിറ്റ് കഴിയുമ്പോൾ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഉയർന്ന വിലക്ക് അത് വാങ്ങാൻ ആളില്ലാതെ വരികയും അവരത് കിട്ടുന്ന വിലക്ക് ചെറിയ ലോസൊക്കെ സഹിച്ചിട്ട് വിൽക്കാൻ തുടങ്ങുകയും അതോടുകൂടി സപ്ലൈ കൂടി മാർക്കറ്റ് താഴേക്ക് പോവുകയും ചെയ്യും. ഈ താഴേക്ക് പോകുന്ന പീരീഡിനെ ഈ റീജിയനെയാണ് നമ്മൾ മാർക്ക് ഡൗൺ എന്ന് പറയുന്നത്. മുകളിലേക്ക് പോകുന്ന റീജിയനെ നമ്മൾ മാർക്കപ്പ് എന്ന് പറയും. ഇതിൽ അറിവുള്ള ഒരാൾ, പ്രത്യേകിച്ച് അറിവുള്ള ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ എപ്പോഴും എൻട്രി എടുക്കാൻ പരിഗണിക്കേണ്ടത് കോമ്പോസിറ്റ് മാൻ സപ്ലൈ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അത് ഏകദേശം അക്യുമുലേഷൻ റേഞ്ചിൻ്റെ ലാസ്റ്റിലായിട്ട് വരും.
ഇവിടെയാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. നമ്മളുടെ എക്സിറ്റ് നമ്മൾക്ക് പ്ലാൻ ചെയ്യേണ്ടത് ഞാനിപ്പോൾ സർക്കിൾ വരക്കുന്ന ഈ 3 സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഒന്നാണ്. ഓക്കെ, ഇത് എങ്ങനെ ചെയ്യാമെന്നാണ് ഈ കോഴ്സ് കഴിയുമ്പോഴേക്ക് നിങ്ങൾ പഠിക്കുക. ഓക്കെ, യെസ്. ഇത് വൈക്കോഫ് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു അക്യുമുലേഷൻ പാറ്റേൺ ആണ്. സ്റ്റോക്ക് ആദ്യം ഉയർന്ന വിലയിലാണ് ഉണ്ടായിരുന്നത്, പക്ഷേ അതിൻ്റെ താഴ്ഭാഗത്തുള്ള ഭാഗമാണ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഈ ഭാഗത്ത് മാർക്ക് ചെയ്തിട്ടുള്ള ഓരോ ഭാഗങ്ങളും അത് അക്യുമുലേഷൻ പീരീഡിനെ കാണിക്കുന്നു. ഇതിൽ ഈ 8, 9, 10 ഈ ഭാഗങ്ങളിലാണ് പ്രത്യേകിച്ച് പുതിയ സപ്ലൈ മാർക്കറ്റിലുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. അതൊരു ഫാൾസ് ബ്രേക്ക് ഡൗൺ എന്ന് പറയും. ഓക്കെ, ഇതെങ്ങനെ കണ്ടെത്താം, ഈ ഭാഗങ്ങളിലുണ്ടാവുന്ന വോള്യൂം എങ്ങനെയായിരിക്കും എന്നെല്ലാം നമ്മൾ വരുന്ന വീഡിയോയിലൂടെ പഠിക്കും. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ സ്കിമാറ്റിക് കാണിക്കുവാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് കാണിച്ചതാണ്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ, ഒരു സ്റ്റോക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും സെൽ ചെയ്യാൻ ശ്രമിക്കുന്നത് 2 അല്ലെങ്കിൽ 4 ഈ രണ്ടാമത് പൊസിഷനിലായിരിക്കും. ഓക്കെ, ഇത് നമ്മൾ സ്വിംഗ് ട്രേഡേഴ്സ് അല്ലെങ്കിൽ സാധാരണ ട്രേഡേഴ്സ് മാത്രമല്ല ഇത് പഠിക്കേണ്ടത്, ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് കൂടെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇതിൽ ഈ 11 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റിലുള്ള ഡിമാൻഡ് ടെസ്റ്റ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. ഈ ഭാഗം എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഡിമാൻഡ് ഇല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ലോങ് ടേം ആയി ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ പോലും അവിടെ പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്നതാണ് അവർക്ക് കൂടുതൽ ലാഭകരമായിട്ടുണ്ടാവുക. ഏതായാലും നമ്മൾക്ക് ലൈവായിട്ട് ചാർട്ടിലേക്ക് പോയിട്ട് ഇതിൻ്റെ ബാക്കിയൊക്കെ കാണാം. ബൈ ദ വേ, ഇത് മാത്രമല്ല, പലപ്പോഴും മാർക്കറ്റിൽ എല്ലാ സ്റ്റോക്കുകളും ഒരുപാട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറില്ല. പ്രത്യേകിച്ച് നല്ല നല്ല സ്റ്റോക്കുകളാണെങ്കിൽ അത് റീ അക്യുമുലേഷൻ എന്ന ഒരു പ്രോസസ്സിലൂടെയാണ് കടന്നു പോവുക. റീ അക്യുമുലേഷൻ എന്ന് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായി, അതായത് നമ്മളുടെ മാർക്കപ്പ് കഴിഞ്ഞു, അക്യുമുലേഷൻ കഴിഞ്ഞു, മാർക്കപ്പ് കഴിഞ്ഞു, ഡിസ്ട്രിബ്യൂഷൻ്റെ സമയത്ത് സാധാരണ കോമ്പോസിറ്റ് മാൻ എന്താണ് ചെയ്യുക എന്ന് വെച്ചാൽ അവർ അക്യുമുലേറ്റ് ചെയ്തിരുന്ന സ്റ്റോക്ക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലേക്ക് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ റീ അക്യുമുലേഷൻ നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഏകദേശം മാർക്കപ്പ് ഫേസിൻ്റെ ഏകദേശം മിഡിലിൽ നിന്ന് മുതൽ ഇതിലേക്ക് വാങ്ങാൻ വേണ്ടി, സ്റ്റോക്ക് വാങ്ങാൻ വേണ്ടിയും വാങ്ങിയവരുമായിട്ടുള്ള ഒരുപാട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ റീറ്റെയിൽ ട്രേഡേഴ്സ് ഉണ്ടാവും. ഇവരുടെ കയ്യിൽ നിന്നും ഈ സ്റ്റോക്ക് വീണ്ടും കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ആണ് FII അല്ലെങ്കിൽ കോമ്പോസിറ്റ് മാൻ ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ട് അവർ ഇതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് വീണ്ടും ഒരു റേഞ്ചിലേക്ക് കൊണ്ടുവരും. ഇങ്ങനെ കൊണ്ടുവന്നാൽ സാധാരണക്കാരായിട്ടുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ ക്ഷമ നശിച്ച് ഈ റീ അക്യുമുലേഷൻ പാറ്റേൺ ആണെങ്കിലും മാസങ്ങളോളമോ ചിലപ്പോൾ വർഷങ്ങളോളമൊക്കെ നീണ്ടു നിൽക്കാറുണ്ട്. ഈ പ്രോസസ്സിൻ്റെ ഇടയിൽ ഇവർക്ക് അല്ലെങ്കിൽ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ ക്ഷമ നശിച്ച് അവർ ലാഭം ഇല്ലെങ്കിലും അല്ലെങ്കിൽ ചെറിയ ലാഭത്തിനൊക്കെ ബുക്ക് ചെയ്ത്, ഇല്ലെങ്കിൽ ചെറിയ ലോസ് ബുക്ക് ചെയ്ത് ഇവർ ഈ സ്റ്റോക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഇങ്ങനെ ഇവർ ലോസ് ബുക്ക് ചെയ്തോ അല്ലെങ്കിൽ ചെറിയ ലാഭം ബുക്ക് ചെയ്തോ ഇത് വിറ്റ് മാറുമ്പോൾ അത് വാങ്ങുന്നത് ഇതേ കോമ്പോസിറ്റ് മാൻ തന്നെ ആയിരിക്കും. അങ്ങനെ സ്റ്റോക്കുകളുടെ മുഴുവനും അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റിൽ ഫ്രീ ഫ്ലോട്ട് ആയിട്ടുള്ള സ്റ്റോക്കുകളുടെ ഭൂരിഭാഗവും ഇവരുടെ കയ്യിലെത്തി കഴിഞ്ഞാൽ ഇവർ വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് അവർ മാർക്കറ്റ് ഓർഡറുകൾ ഉപയോഗിക്കും. ഓക്കെ, അതെങ്ങനെയാണ്, അതുപോലെ എങ്ങനെയാണ് ഒരു റീ അക്യുമുലേഷൻ പാറ്റേൺ ഉണ്ടാവുക എന്ന് നമുക്ക് കാണാം. ഏകദേശം ഈ രീതിയിലാണ് ഒരു റീ അക്യുമുലേഷൻ പാറ്റേൺ ഉണ്ടാവുക. നമുക്ക് ട്രേഡിംഗ് വ്യൂ ചാർട്ടിലേക്ക് പോയിട്ട് ഇത് വീണ്ടും കാണാം. ഈ ഭാഗത്ത് അക്യുമുലേഷൻ നടക്കുന്നു, ഈ ഭാഗത്ത് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നു, ഈ ഭാഗത്ത് വീണ്ടും റീ അക്യുമുലേഷൻ നടക്കുന്നു, ഈ ഭാഗത്ത് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ വീണ്ടും റീ അക്യുമുലേഷൻ നടക്കുന്നു. ഈ രീതിയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുക.
ഓക്കെ, ഇതിനെ സ്ലോപ്പിംഗ് സ്ട്രക്ചറായിട്ടും നമ്മൾ കണക്കാക്കാറുണ്ട്. ഇതിനെ ഒരു സ്ലോപ്പിംഗ് സ്ട്രക്ചറിലുള്ള അക്യുമുലേഷനായിട്ടും നമ്മൾ കണക്കാക്കാറുണ്ട്. ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സാവധാനം കാണാം. നമ്മളതിന് വേണ്ടി ട്രേഡിംഗ് വ്യൂ ചാർട്ടിലേക്ക് പോകാം. ഇത് നിങ്ങൾക്ക് എല്ലാ സ്റ്റോക്കുകളിലും ഇൻഡെക്സുകളിലും എല്ലാത്തിലും കാണാൻ പറ്റും. ആദ്യം ഞാൻ നല്ല ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്ന ഏതെങ്കിലും ഇൻഡെക്സുകളിലേക്കോ അല്ലെങ്കിൽ സ്റ്റോക്കുകളിലേക്കോ പോവാം. ഡിക്സോൺ ടെക്നോളജീസ്. ഇത് ഡിക്സോണിൻ്റെ വീക്ക്ലി ചാർട്ടാണ്. ഡിക്സോണിൻ്റെ മന്ത്ലി ചാർട്ടിലേക്ക് വന്ന് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഞാൻ അവസാനം വരച്ച രീതിയിലുള്ള ഒരു പാറ്റേൺ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇത് ഞാൻ അവസാനം വരച്ചിട്ടുള്ള പാറ്റേൺ പോലെയുണ്ട് ഇല്ലേ? ഈ ഭാഗത്ത് അക്യുമുലേഷൻ നടക്കുന്നു, ഈ ഭാഗത്ത് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നു, വീണ്ടും റീ അക്യുമുലേഷൻ നടക്കുന്നു. ഈ രീതിയിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇതിനെ നമുക്ക് സ്ലോപ്പിംഗ് സ്ട്രക്ചറായിട്ട് ഇവിടെ ഇങ്ങനെയും കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇത് മന്ത്ലി ചാർട്ടാണ്. പ്രൈസ് മൂവ്മെൻറ്റും പ്രൈസിൻ്റെ വ്യത്യാസമൊക്കെ കൂടുതലുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ചർച്ച ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ഉദ്ദേശം മാർക്കറ്റ് സൈക്കിൾ കാണുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് വേറെ മറ്റൊരു സ്റ്റോക്കിലേക്ക് വരാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു അക്യുമുലേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഒരു അക്യുമുലേഷൻ കാണാൻ പറ്റും. ഈ ഭാഗത്തായി അക്യുമുലേഷൻ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതാണ് നമ്മൾ പറയുന്ന സപ്ലൈയുടെ ടെസ്റ്റ്. ഈ ഗ്രാഫിൽ ഈ ചാർട്ടുകളിൽ ഞാൻ വോളിയം പ്രത്യേകമായി ഹൈഡ് ചെയ്തതാണ്. കാരണം നമ്മൾ വോളിയത്തിൻ്റെ പ്രസൻസ് പ്രത്യേകമായിട്ട് പഠിക്കും. അത് കുറച്ച് കൂടുതൽ പഠിക്കാനുള്ളതുകൊണ്ട് പിന്നെ മറ്റൊരു വീഡിയോ അതിന് പ്രത്യേകമായി ചെയ്യാം എന്ന് വിചാരിച്ചതാണ്. ഓക്കെ, സോ ഈ ചാർട്ടിലേക്ക് നോക്കൂ. ഈ ചാർട്ടിൽ നമ്മൾ കാണുന്നത് ആദ്യം ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഈ ഭാഗത്തായി ഒരു അക്യുമുലേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ശേഷം അവിടെ നിന്നും ഇത് മാർക്കപ്പ് ചെയ്യുന്നു. ഇവിടെ വേണമെങ്കിൽ വീണ്ടും ചെറിയൊരു ഡിസ്ട്രിബ്യൂഷനും ചെറിയൊരു റീഅക്യുമുലേഷനും നടന്നു എന്ന് വിചാരിക്കാം. എന്നിട്ട് വീണ്ടും അത് മാർക്കപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. താഴേക്ക് പോകുന്നു, ഇവിടെ വന്ന് വീണ്ടും അക്യുമുലേഷൻ നടക്കുന്നു, വീണ്ടും മാർക്കപ്പ് നടക്കുന്നു. ഇത് ഇതതിൻ്റെ ശേഷമുള്ള മൂവ്മെൻ്റാണ്. ഇതിൻ്റെ ശേഷമുള്ള മൂവ്മെൻറ്റ്, ഈ അക്യുമുലേഷൻ്റെ ശേഷം നമുക്കിതിലുള്ള പ്രൈസുകളൊക്കെ ഒന്ന് നോക്കാം. ഈ അക്യുമുലേഷൻ നടക്കുന്ന സമയത്ത് ഇതാണ് ടെസ്റ്റ് നടക്കുന്ന സമയം. വോളിയം വീണ്ടും ഞാൻ പറയുന്നത് ഹൈഡ് ചെയ്തതാണ്. ഈ ടെസ്റ്റൊക്കെ നടക്കുന്ന സമയത്തുള്ള ഏകദേശ പ്രൈസ് എന്ന് പറയുന്നത് 80 രൂപ ഒക്കെയുള്ള റേഞ്ചിലാണ്. അവിടെ നിന്ന് അത് 2014 അത് ആ റേഞ്ചിൽ വരുന്നത്
2018 16 ആയ സമയം ആയപ്പോഴേക്ക് അതിൻ്റെ പ്രൈസ് ഏകദേശം 800 രൂപയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഓക്കെ, 80 രൂപയിൽ നിന്നും 800 രൂപയിലേക്ക് 2 വർഷത്തിൻ്റെ ഉള്ളിൽ. ഓക്കെ, സോ ഒരു ലേൺഡ് ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ലേൺഡ് ട്രേഡർ എപ്പോഴും എൻട്രി എടുക്കാൻ പരിഗണിക്കുന്ന സ്ഥലം ഇവിടെയാണ്. അതുപോലെ തന്നെ എക്സിറ്റ് എടുക്കുന്ന സ്ഥലം ഇവിടെയാണ് ഒന്ന്. ഇനി അവിടെ പറ്റിയിട്ടില്ല എങ്കിൽ, അവിടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നീട് എക്സിറ്റ് എടുക്കുന്ന സ്ഥലം ഇവിടെയാണ്. ഈ സ്ഥലങ്ങളിൽ നമ്മൾ എക്സിറ്റ് എടുത്തിരിക്കണം. ഇങ്ങനെയാണുണ്ടാവുക. ഓക്കെ, ഏതായാലും നമ്മളിവിടെ പഠിക്കുന്ന മാർക്കറ്റ് സൈക്കിളാണ്. ഇവിടെ നമ്മളൊരു അക്യുമുലേഷൻ പീരീഡ് കണ്ടു. ഇവിടെയാണ് നമ്മളുടെ അക്യുമുലേഷൻ പീരീഡ്. അവിടെ നിന്ന് അത് മുകളിലേക്ക് പോയി. ഈ കാണുന്നത് ഡിസ്ട്രിബ്യൂഷൻ പീരീഡാണ്. ഈ മുകളിൽ കാണുന്ന ഭാഗം ഡിസ്ട്രിബ്യൂഷൻ പീരീഡാണ്. നമ്മൾ ഈ മാർക്ക് ചെയ്യുന്ന ഭാഗമാണ് ഈ ചാർട്ടിലുള്ള ഡിസ്ട്രിബ്യൂഷൻ പീരീഡ്. ഓക്കെ, ഇവിടെ നിന്നും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മാക്സിമം റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1000 രൂപയുടെ അടുത്ത് വരും. 920 രൂപയുടെ പ്രൈസാണ് അവിടെ കാണിക്കുന്നത്. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ നിലവിലെ വില ഒന്ന് നമുക്ക് നോക്കാം. ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇത് വീണ്ടും ഒരുപക്ഷെ റീഡിസ്ട്രിബ്യൂഷൻ ആവാം. നമുക്ക് നോക്കാം. ഇപ്പോഴതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 180 രൂപയോളമാണ്. 920 രൂപയിൽ നിന്നും അത് 180 രൂപ റേഞ്ചിലേക്ക് അത് താഴ്ന്നു വന്നു. ഓക്കെ, സോ ഇതിൽ നിന്ന് നമ്മൾ മാർക്കറ്റ് സൈക്കിൾ കണ്ടു. ഓക്കെ, ഈ കാണുന്ന മാർക്കറ്റ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഈ ഭാഗം ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഇമേജുമായിട്ട് മാച്ച് ചെയ്ത് വരുന്നുണ്ടോ എന്ന് നോക്കൂ. ഓക്കെ, എവിടെയാണ് നേരത്തെ കാണിച്ചു തന്ന ഇമേജ്? നമുക്കതിലേക്ക് പോവാം. ഇതുമായി മാച്ച് ചെയ്ത് വരുന്നുണ്ടോ എന്ന് നോക്കൂ. ഉണ്ടോ? എക്സാക്ട്ലി അതുപോലെ തന്നെ വരുന്നില്ലേ? അപ്പോൾ ഒരു പക്ഷേ വൈക്കോഫ് ലേണിംഗ് മെത്തേഡ് പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് തീർച്ചയായിട്ടും ഈ ഭാഗത്തെത്തുമ്പോൾ ഓക്കെ, ഇത് തീർച്ചയായിട്ടും ഡിസ്ട്രിബ്യൂഷൻ നടക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കുകയും അയാളുടെ ക്യാപിറ്റൽ സേവ് ചെയ്യാനും പറ്റും. ഓക്കെ, അത് അയാളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ. ഇനി ട്രേഡർ ആണെങ്കിൽ, സ്വിംഗ് ട്രേഡർ ആണെങ്കിൽ അയാൾക്ക് അയാളുടെ പ്രോഫിറ്റ് ഈ ഭാഗങ്ങളിൽ എവിടെയെങ്കിലുമായി ബുക്ക് ചെയ്യാനും സാധിക്കും. ഓക്കെ, ഇതൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ഭാവിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. യെസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഇതുപോലെ വേറെയും ചാർട്ടുകൾ, ഇത് എല്ലാ ചാർട്ടുകളിലും നമ്മൾക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നിങ്ങളിതുപോലെ ഒരു 10 ചാർട്ടുകളെങ്കിലും അക്യുമുലേഷനും ഡിസ്ട്രിബ്യൂഷനും അക്യുമുലേഷനും ഒക്കെ നടക്കുന്നത് കണ്ടെത്തുക. നമുക്ക് ഏതെങ്കിലും ഒരു ഇൻഡെക്സും കൂടെ നോക്കാം. IT ഇൻഡെക്സ്, CIT ഇൻഡെക്സ്. ഇത് മന്ത്ലി ആണ്. ഇത് വീക്ക്ലി CNXIT ആണ്. IT ഇൻഡെക്സ് ആണ്. നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റായിട്ട് തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു അക്യുമുലേഷൻ റേഞ്ച് കാണാൻ പറ്റും. ഇത് ഒരു അക്യുമുലേഷൻ റീജിയനാണ്. ഇവിടെ നിന്നതാ മാർക്കറ്റ് നമ്മൾ നേരത്തെ കണ്ട പോലെ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നടന്നു കഴിഞ്ഞു. അവിടെ നിന്ന് താഴേക്ക് വരുന്നു, എന്നിട്ട് അക്യുമുലേഷൻ നടക്കുന്നു, മുകളിലേക്ക് പോകുന്നു, വീണ്ടും താഴെ വന്ന് ചെറിയൊരു അക്യുമുലേഷൻ നടക്കുന്നു. ഇതൊരു ടെസ്റ്റാണ്, നമ്മൾ പഠിക്കും. സപ്ലൈ ഉണ്ടോ എന്നുള്ള ടെസ്റ്റാണത്. വീണ്ടും മുകളിലേക്ക് പോകുന്നു, ഇവിടെ നിന്ന് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതിൻ്റെ പ്രൈസുകളൊക്കെ അറിയണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ അവിടുന്ന് മുകളിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, താഴേക്ക് വരുന്നു. ഓക്കെ, നമുക്ക് ഇതിൻ്റെ പാറ്റേൺ ഒന്ന് വരച്ച് നോക്കാം. ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ, മാർക്ക് ഡൗൺ, അക്യുമുലേഷൻ, മാർക്കപ്പ്, ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ചാർട്ട് വരുന്നുണ്ട് അല്ലേ? യെസ്, ഇത് വീണ്ടും ഡിസ്ട്രിബ്യൂഷനാണ് അവിടെ കാണുന്നത്.
ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ചാർട്ടുകൾ എടുത്തിട്ട് റാൻഡമായിട്ട് എടുത്തിട്ട് അതിലുള്ള അക്യുമുലേഷനും ഡിസ്ട്രിബ്യൂഷൻസൊക്കെ കണ്ടെത്തുക. അതാണ് നിങ്ങൾക്കുള്ള ഹോംവർക്ക്. ഇത് എല്ലാ സ്റ്റോക്കുകളിലും കാണാൻ പറ്റും, അതുപോലെ തന്നെ ഗോൾഡ്, ക്രിപ്റ്റോ എല്ലാത്തിലും കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊരു ഡിസ്ട്രിബ്യൂഷനാണ്, ഇത് IOC ആണ്. ഞാൻ റാൻഡമായിട്ട് എടുത്തതാണ്. ഡിക്സോൺ ഞാൻ നോക്കി വെച്ചിരുന്നു, അത് ആ പെർഫെക്റ്റ് പാറ്റേൺ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇത് IOC അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇവിടെ നടക്കുന്നത് അക്യുമുലേഷൻ ആണ്, പക്ഷേ ഇത് സ്ലോപ്പിംഗ് ആണ്, സ്ലോപ്പിംഗ് അക്യുമുലേഷൻ ആണ്, സ്ലോപ്പിംഗ് സ്ട്രക്ചറാണ്. ഇവിടെ നിന്ന് അത് മാർക്കപ്പ് ചെയ്യുന്നു. ഒരാൾ ലേൺഡ് ഇൻവെസ്റ്റർ ഇവിടെ നിന്ന് എൻട്രി എടുത്തിരുന്നെങ്കിൽ 87 രൂപ 90 രൂപയിലെ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്കത് 180 റുപ്പീസിലെങ്കിലും വിൽക്കാൻ പറ്റുമായിരുന്നു. 90 രൂപയിൽ നിന്ന് 180 രൂപയിലേക്ക്. അതിനെടുത്ത സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 1.5 വർഷമൊക്കെ ആയിരിക്കും. ഇല്ല, 1 വർഷമൊന്നും എടുത്തിട്ടില്ല. ഇവിടെ ജൂലൈ, ഇവിടെ അടുത്ത ജൂലൈ, 1 വർഷം എടുത്തിട്ടില്ല. 5-6 മാസം കൊണ്ട് 90 രൂപയിലുള്ള സാധനം 180 രൂപയിലേക്ക് എത്തുന്നു. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ചെയ്യുമെന്ന് ഡീറ്റെയിലായി ബാക്കി വീഡിയോകളിലൊക്കെ പഠിക്കും. അതുവരെ നിങ്ങൾ ഇതുപോലെ മറ്റു ചാർട്ടുകളൊക്കെ ശ്രദ്ധിച്ച് അതിൽ അക്യുമുലേഷനും ഡിസ്ട്രിബ്യൂഷൻസും ഒക്കെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതാണ് നിങ്ങൾക്കുള്ള ഹോംവർക്ക്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ കോമ്പോസിറ്റ് മാൻ ഒരു സ്റ്റോക്കിൻ്റെ മൂല്യം കൂടാതെയും കുറയാതെയും ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ നിലനിർത്തുന്നത് എന്നും, അതുപോലെ തന്നെ എന്താണ് അക്യുമുലേഷൻ, എന്താണ് അതിലുള്ള ഫേസുകൾ, ഓരോരോ ഘട്ടങ്ങൾ എന്നും നമ്മൾ പഠിക്കും. ഘട്ടങ്ങളെന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ കാണാം, ഇതിൻ്റെ തുടക്ക ഭാഗത്ത് A എന്നും B എന്നും C എന്നും D എന്നും E എന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് അക്യുമുലേഷൻ പീരീഡ് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളിതിൽ ഒരു സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആണ്, പ്രത്യേകിച്ച് ഈ വാല്യൂ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുന്നത്. ഈ സ്റ്റോക്കുകൾ അണ്ടർ വാല്യൂഡ് ആണ്, അതുപോലെ എന്ന് കണ്ടു കഴിഞ്ഞാൽ വാങ്ങും. ഇവർ വാങ്ങിയിട്ടിൽ പക്ഷേ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും. ഈ സമയങ്ങളിലെല്ലാം ഈ 3 മുതൽ ഈ 3 എന്നെഴുതിയ ഈ റീജിയൻ മുതൽ ഈ റീജിയൻ വരെ അത് അണ്ടർ വാല്യൂഡ് തന്നെയാണ്. പിന്നീട് അത് മുകളിലേക്ക് പോകുമ്പോൾ മാത്രമാണ് അതിൻ്റെ PE പ്രൈസുകൾ കൂടുന്നതും വാല്യുവേഷൻ കൂടുന്നതെല്ലാം. അപ്പോൾ ഈ സമയങ്ങളിൽ എപ്പോഴെങ്കിലും വാങ്ങിയ ഒരാൾ ഒരു പക്ഷേ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും ഈ ഷെയർ പ്രൈസ് ഒന്ന് മുകളിലേക്ക് പോയി കാണുവാൻ. അപ്പോൾ ഇത് ഒരു പക്ഷേ വൈക്കോഫ് തിയറി അറിയുന്ന വൈക്കോഫ് തിയറിയും ഫണ്ടമെൻ്റൽ അനാലിസിസും അറിയുന്ന ഒരു വാല്യൂ ഇൻവെസ്റ്റർ ആണെങ്കിൽ അയാൾക്ക് ഇങ്ങനെ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളുടെ ഒരു വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ആ സ്റ്റോക്കുകളിൽ സപ്ലൈ അവസാനിക്കുന്ന ഘട്ടത്തിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അയാൾക്ക് ഒരുപാട് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. അറ്റ്ലീസ്റ്റ് അയാൾക്ക് ഒരുപാട് സമയമെങ്കിലും ലാഭിക്കാൻ കഴിയും. അയാൾ ഈ സ്റ്റോക്കിൽ ഒരു പക്ഷേ ക്യാപിറ്റൽ ഇറക്കി കാത്തിരിക്കുന്ന സമയം കൊണ്ട് അതിനിടയിൽ മറ്റു 1-2 സ്റ്റോക്കുകളിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ പണം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതാണ് ഇന്നത്തെ ഒരു കൺക്ലൂഷൻ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ചാർട്ടുകൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഗുഡ് ബൈ.